സിമ്പിൾ ആയിരുന്ന പരിപാടി. ക്രെറ്റ കാറിലാണ് ഇവർ വന്നത്. വന്നിട്ട് എ ടി എമ്മിന്റെ പുറത്ത് ഒരു ബോർഡ് അങ്ങ് ഒട്ടിച്ചു വെച്ചു, ATM അണ്ടർ റിപ്പയർ എന്നുള്ളത്. ഹലോ മേവത്തി ഗ്യാങ്. ഇന്നലെ മുതൽ നിങ്ങൾ മാക്സിമം പേർ കേൾക്കുന്ന പേരായിരിക്കും ഈ മേവത്തി ഗ്യാങ് എന്നുള്ളത്. അഥവാ നിങ്ങളിൽ ആരെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ മേവത്ത് എന്നുള്ളത് ഹരിയാനയിലെ ഒരു പ്രദേശമാണ്. ചരിത്രപരമായൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്രദേശമാണ് മേവത്ത്. അവിടുത്തെ ഒരു ഡിസ്ട്രിക്റ്റ് ആയിരുന്നു മേവത്ത് എന്നുള്ളത്. ആയിരുന്നു എന്ന് പറയാൻ കാരണം 2016 മുതൽ ഈ മേവത്തിന്റെ പേര് നൂഹ് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. എങ്കിലും മേവത്ത് എന്നൊക്കെ തന്നെയാണ് അറിയപ്പെടുന്നതും. ഈ ഗ്യാങ്, അവിടെ ഒരു 200 പേരുടെ ഒരു ഗ്യാങ് ഉണ്ട്. ഇവരുടെ പ്രധാന ഹോബി എന്ന് പറയുന്നത് ATMകൾ കൊള്ളയടിക്കുക എന്നുള്ളതാണ്. കാരണം ഇവർക്ക് ATMൽ കാശിരിക്കുന്ന കാണുമ്പോൾ വളരെ വിഷമം തോന്നും. അപ്പോൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് ചെന്നിട്ട് ഈ ATMന് ഗ്യാസ് കട്ട് ചെയ്തിട്ട് ഫുൾ ATM എടുത്തോണ്ട് പോകത്തില്ല. ആ കാശിരിക്കുന്ന ഭാഗം മാത്രം വീട്ടിലോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത. അതിനുവേണ്ടിയുള്ള എക്സ്പേർട്സ് ആണ് ഇവർ. അതിനുവേണ്ടി ഇവർ ട്രെയിനിങ് നേടിയിട്ടുണ്ട്. ട്രെയിനിങ് നേടിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ബാങ്കുകളിൽ നിന്നൊക്കെ ഉള്ള ATM ഉണ്ടല്ലോ, കണ്ടം ചെയ്യുന്ന ATM, ഡീകമ്മീഷൻ ചെയ്യുന്ന, എടുത്ത് കളയുന്ന ATM ഇവന്മാർ പോയി ലേലത്തിൽ പിടിച്ചുകൊണ്ട് വരും. 50-100 രൂപ കൊടുത്ത് അത് വാങ്ങി വീട്ടിൽ കൊണ്ടുവരും. അതിനകത്താണ് ഇവന്മാര് ചെയ്ത് പണി പഠിക്കുന്നത്. അപ്പൊ ഈ മേവത്തി ഗ്യാങ് ഇപ്പൊ വാർത്തകളിൽ വരാനുള്ള കാരണം നിങ്ങൾക്കറിയാമായിരിക്കും. തൃശ്ശൂര് 3 സ്ഥലങ്ങളിൽ നിന്ന് വ്യാഴാഴ്ച രാത്രി, അതായത് വ്യാഴാഴ്ച അർദ്ധരാത്രി, വെള്ളിയാഴ്ച വെളുപ്പാൻ രാവിലെ എന്ന് വേണമെങ്കിൽ പറയാം, 2 മണി മുതൽ 4 മണി വരെയുള്ള സമയത്തിനിടയിൽ 3 ATMകളിൽ നിന്നായിട്ട് അറൗണ്ട് 68-70 ലക്ഷം രൂപ ഇവർ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. സിമ്പിൾ ആയിരുന്ന പരിപാടി. ക്രെറ്റ കാറിലാണ് ഇവർ വന്നത്. വന്നിട്ട് ATMന്റെ പുറത്ത് ഒരു ബോർഡ് അങ്ങ് ഒട്ടിച്ചു വെച്ചു, ATM അണ്ടർ റിപ്പയർ എന്നുള്ളത്. അതിനുശേഷം ഒരാൾ അകത്തേക്ക് കയറി, മുഖവും മറച്ചുകൊണ്ടാണ് അകത്തേക്ക് കയറിയത്. എന്നിട്ട് ക്യാമറയിലേക്ക്, CCTV ക്യാമറയിലേക്ക് കറുത്ത പെയിന്റ് അടിച്ചു. നമ്മളെ റോബിൻഹുഡിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏതോ ഒരു സിനിമയിലൊക്കെ ഇത്തരം പരിപാടികൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ കറുത്ത പെയിന്റ് അടിച്ചു. അതിനുശേഷം 2 പേർ വന്ന് കൂളായിട്ട് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ഈ പൈസ ഇരിക്കുന്ന ഭാഗം കട്ട് ചെയ്ത് അത് ക്രെറ്റ കാറിലേക്ക് മാറ്റി. ഈ 3 ATMും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടേതായിരുന്നു. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവർ എല്ലാ ബാങ്കിന്റെ ATM കൊള്ളയടിക്കാറില്ല. ഈ ATM മെഷീൻ ഇവർ ആദ്യം ഒന്ന് സ്റ്റഡി ചെയ്യും. അവർക്ക് കട്ട് ചെയ്ത് അകത്തുനിന്ന് കാശെടുക്കാൻ പറ്റുന്ന മാത്രമേ ഇവർ പൊട്ടിക്കാറുള്ളൂ. അത് മാത്രമേ ഇവർ കട്ട് ചെയ്യാറുള്ളൂ. ചില ATMകളുടെ ഈ ക്യാഷ് ഇരിക്കുന്ന ഭാഗത്തിന് ഒരു കോൺക്രീറ്റ് ഒരു അതിർത്തി കൂടെ ഉണ്ടാവും, കോൺക്രീറ്റ് ബൗണ്ടറി കൂടെ ഉണ്ടാവും. അത് കട്ട് ചെയ്യാൻ ഇവർക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ATM ഇവർ തൊടാറില്ല. കട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന മാത്രമേ നോക്കാറുള്ളൂ. അപ്പൊ 1.5 മണിക്കൂറിനുള്ളിൽ 3 ATM ആണ് ഇവർ ഇതുപോലെ കവർ ചെയ്തത്. എന്നിട്ട് നേരെ ക്രെറ്റ കാറിലിട്ടു. എന്നിട്ട് നമ്മൾ ധൂം സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അതുപോലെ ഈ ക്രെറ്റ കാർ നേരെ എന്നൊരു ട്രെയിലറിലേക്ക് കയറി. ഈ ട്രെയിലർ എന്ന് പറയുന്നത്, ഈ കണ്ടെയ്നർ എന്ന് പറയുന്നത് SK ലോജിസ്റ്റിക്സ് എന്നൊരു കമ്പനിയുടെ ആണ്. അപ്പൊ പറഞ്ഞു വരുമ്പോൾ ഇവന്മാര് SK ലോജിസ്റ്റിക്സിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഈ SK ലോജിസ്റ്റിക്സ് എവിടെയൊക്കെ ചരക്ക് കൊണ്ടുപോകുന്നു അവിടെ കൊണ്ടുവന്ന് ചരക്കിറക്കും. ചരക്കിറക്കി കഴിയുമ്പോൾ അവർക്ക് തോന്നും ഇത് കാലിയായിട്ട് തിരിച്ചു പോകുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ കാലിയായിട്ട് തിരിച്ചു പോകുന്ന ഒരു രസമില്ലാത്ത പരിപാടിയാണ്. അതുകൊണ്ട് കാലിയായിട്ടുള്ള കണ്ടെയ്നറിലോട്ട് ഇവർ കാശ് നിറച്ച ക്രെറ്റ കാറോ വേറെ ഏതെങ്കിലും കാറാണോ അവിടെ ഉള്ളത് അങ്ങ് കയറ്റും. എന്നിട്ടാണ് പോകുന്നത്. ഇങ്ങനെയായിരുന്നു പരിപാടി. അപ്പോൾ ഇവരുടെ ആയുധ പരിപാടിയാണോ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇതൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. മേവത്തി ഗ്യാങ് എന്നോ ATM റോബറി എന്നോ 2013 മുതലുള്ള വാർത്തകൾ കാണാൻ പറ്റും. 2019, 20, 21, 22, 23, 24 എല്ലാ വർഷവും 1-2 കേസ് ഇവരുടെ പിടിക്കപ്പെടുന്നുണ്ട്. അതായത് 1-2 കേസ് പിടിക്കപ്പെടുന്നുണ്ട് എന്ന് വെച്ചാൽ എത്ര കവർച്ചകൾ ഇവർ നടത്തുന്നുണ്ടാവും, എത്ര അടുത്ത് മോഷണം ഇവർ നടത്തുന്നുണ്ടാവും, എത്ര സക്സസ്ഫുൾ ആയിരിക്കും ഇവർ. അതായത് ഇവർ മോഷണം നടത്തുന്നുണ്ട്, പിടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. 1%, 2% അവർ പോലും ജാമ്യത്തിൽ ഇറങ്ങുന്നുണ്ടാവും. കാരണം ഇപ്പോൾ തന്നെ 70 ലക്ഷം രൂപയോളമാണ് ഇവർ കവർ ചെയ്തത്. അതായത് കോടികളുടെ ആസ്തി, മിക്കവാറും നമ്മുടെ മുകേഷ് അംബാനിയേക്കാൾ ആസ്തി ഇവന്മാർക്കുണ്ടാവും. വർഷങ്ങളായിട്ട് ഇവന്മാർ ഈ പരിപാടി ചെയ്യുകയാണ്. ബാങ്ക് കൊണ്ടുവന്ന് ATMൽ കാശ് നിറക്കി ഇവന്മാർ അടിച്ചുകൊണ്ടുപോകും. ആ പരിപാടി ഇവന്മാർ വർഷങ്ങളായിട്ട് ചെയ്യണം. അപ്പൊ നല്ല ആസ്തി ഉണ്ടാവും. കണക്കെടുത്ത് നോക്കിയാൽ മുകേഷ് അംബാനിയേക്കാൾ ഇന്ത്യയിൽ ധനികനായിട്ടുള്ള ആൾക്കാരായിരിക്കും ഇവർ. അപ്പോൾ ഇവർക്ക് നല്ല അഡ്വക്കേറ്റും വരുന്നുണ്ടാവും കോടതിയിൽ. ഇവർ ജാമ്യത്തിൽ ഇറങ്ങുന്നുണ്ടാവും. ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ഇവർക്ക് അറിയാവുന്ന ഒരു തൊഴിൽ ഇതായതുകൊണ്ട് ഇത് തന്നെ തുടരുകയും ചെയ്യുന്നുണ്ടാവും. അപ്പോ എല്ലാ വർഷവും പിടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇവിടെ ഈ വ്യാഴാഴ്ച നടന്ന ഈ കവർച്ച നടക്കുന്നത് ഇത്ര പെട്ടെന്ന് പിടിക്കാൻ കാരണം എന്നുള്ളത് തൃശ്ശൂരിലെ കമ്മീഷണറായിട്ടുള്ള ഇളങ്കോ IPS ആണ് ഇതിന് ഒരു കാരണക്കാരൻ എന്ന് പറയാം, കാരണഭൂതൻ എന്നൊക്കെ നമുക്ക് പറയാം. കാരണം ഇദ്ദേഹം 2021 കണ്ണൂർ SP ആയിരുന്നു ഈ ഇളങ്കോ IPS. അന്ന് കണ്ണൂരിൽ 2 ഇതുപോലെ മോഷണം നടന്നു. ആ മോഷണം നടന്നത് ആ സമയം ബാങ്ക് അറിഞ്ഞില്ല. ഏകദേശം 4 മണിക്കൂറിന് ശേഷമാണ് ബാങ്ക് അറിഞ്ഞതും പോലീസ് എത്തിയതും. അപ്പോഴത്തേക്ക് ഇവന്മാർ രക്ഷപ്പെട്ടു പോയിരുന്നു. അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഒരു DYSP ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘം ഡൽഹിയിൽ പോയി ഇവരെ അറസ്റ്റ് ചെയ്തത്. അന്ന് ഡൽഹി പോലീസാണ് ഇവരെ പിടിച്ചത്.
അന്ന് ഡൽഹി പോലീസ് പിടിച്ചുകൊണ്ട് ഇവന്മാർ രക്ഷപ്പെട്ടു. തമിഴ്നാട് പോലീസ് ആയിരുന്നെങ്കിൽ അതിൽ ഒന്ന് രണ്ടെണ്ണം പടമായതിന് എന്നുള്ള മറ്റൊരു യാഥാർത്ഥ്യം. എന്തായാലും അന്ന് അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ ഈ കവർച്ച നടന്ന ഉടൻ തന്നെ ഈ ATM മെഷീനുകളിൽ മിക്കതിലും ഹീറ്റ് സെൻസിങ് അലാംസും മറ്റുമുണ്ട്. അപ്പോൾ ഒരു റോബറിയോ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ, ഒരു ഗ്യാസ് കട്ടർ ഉപയോഗിച്ചത് തുറക്കാൻ ശ്രമം നടത്തുകയാണെങ്കിൽ അലാം SBI ഹെഡ്ക്വാർട്ടേഴ്സിലും SBIയുടെ കൺട്രോൾ സെന്ററിലും കിട്ടും. അങ്ങനെ അവർ പോലീസിനെ അറിയിക്കും. അങ്ങനെയാണ് ഇവിടെയും സംഭവിച്ചത്. ഇവിടെ അലാം മുഴങ്ങി. 2021 ഈ അലാം ഇല്ലായിരുന്നു, ഈ അലാം സിസ്റ്റം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അന്ന് ഡിലേ വന്നത്. ഇത് വിത്തിൻ 20 മിനിറ്റ്സ് പോലീസ് വിവരം കിട്ടി. പോലീസ് അപ്പോൾ തന്നെ എത്തുകയും ചെയ്തു. അപ്പോൾ ഈ പോലീസ് എത്തിയ ഉടൻ തന്നെ ഇളങ്കോ IPS എന്ന കമ്മീഷണർ, തൃശൂർ കമ്മീഷണർ ഉടൻ തന്നെ ഇവർക്ക് നിർദ്ദേശം കൊടുത്തു. മിക്കവാറും ഇവർ ട്രെയിലറിൽ അല്ലെങ്കിൽ കണ്ടെയ്നർ ലോറിയിൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്ന്. കാരണം അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ട് ഇങ്ങനെ ഇവർ രക്ഷപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇവരെ ട്രേസ് ചെയ്ത് വന്നപ്പോൾ നോക്കിയപ്പോൾ ക്രെറ്റ കാർ കാണുന്നുണ്ട്. പക്ഷേ ഒരു വഴിക്ക് ചെന്നതിന് ശേഷം ക്രെറ്റ കാർ കാണുന്നില്ല. അപ്പോഴാണ് ഇവർ കമ്മീഷണർ പറഞ്ഞു ഓർത്തത് ഇവന്മാർ ക്രെറ്റ കാർ കണ്ടെയ്നറിൽ കയറ്റി കാണുമെന്ന്. എന്തായാലും കണ്ടെയ്നർ ഇവന്മാർ കണ്ടുപിടിച്ചു. അത് നാമക്കൽ പോലീസ്, തമിഴ്നാട് നാമക്കൽ പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തു. ആ സമയം കണ്ടെയ്നർ നാമക്കലിലായിരുന്നു. ഇവന്മാരുടെ കഷ്ടകാലം എന്ന് പറയട്ടെ, തമിഴ്നാട് പോലീസായി ഇത്തവണ. നാമക്കൽ പോലീസ് അവിടുത്തെ കമ്മീഷണറായിട്ടുള്ള രാജേഷ് ഖന്ന IPSന്റെ സംഘം ഇവരെ പിന്തുടർന്നു. ഇവരെ ചേസ് ചെയ്ത് പിടിച്ചു. അതിലൊരുത്തൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു ഡ്രൈവർ. അവന്റെ കാലിനിട്ട് വെടിവെച്ചാണ്. കാലിനിട്ട് വെടിവെച്ച സമയത്ത് അവൻ കുനിഞ്ഞെന്ന് തോന്നുന്നു. എന്തായാലും തലക്കിട്ട് വെടിയുണ്ട്, കഴുത്തിനോ മറ്റോ ഇട്ട് വെടിയുണ്ട്. അവൻ ചത്തുപോയി. തമിഴ്നാട് പോലീസിന്റെ ഒരു പ്രശ്നം ഇതാണ്, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അവർക്ക് കഷ്ടകാലമാണ്. സുപ്രീം കോടതി എന്നെ ചോദിച്ചു, 16 എൻകൗണ്ടർ കൊലപാതകങ്ങളാണ് കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ നടന്നത്. എങ്ങനെ നടന്നു എന്നാണ് സുപ്രീം കോടതി ചോദിച്ചത്. പാവം തമിഴ്നാട് പോലീസ്, അവർ കാലിനിട്ടാണ് വെടിവെക്കാൻ നോക്കുന്നത്. ഇവന്മാർ ഈ കുറ്റവാളികളെ കൊണ്ടുവരുമ്പോൾ കുറ്റവാളികൾ ഒന്നുകിൽ രക്ഷപ്പെടാൻ നോക്കും, അല്ലെങ്കിൽ റിവോൾവർ തട്ടിപ്പറിച്ച് ഇവരെ ആക്രമിക്കാൻ നോക്കും. അപ്പോൾ ഇവർ സ്വയം രക്ഷയ്ക്ക് വേണ്ടി കാലിൽ വെടിവെക്കാൻ വേണ്ടി. പക്ഷെ ഈ കാലിൽ വെടിവെക്കുന്ന അതേ സമയം ഇവൻ കുനിഞ്ഞു കളയും. അങ്ങനെ തലക്കെട്ട് വെടികൊണ്ട് ഇവന്മാർ മരിക്കും. അതാണ് പ്രശ്നം. ഇവിടെ അത് തന്നെ സംഭവിച്ചതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇവർ തലക്കെട്ടൊന്നും വെടിവെക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, കാലിൽ വെടിവെച്ചു. കാരണം അതിനു മുമ്പ് തന്നെ രണ്ടുപേരും, ഒരു SIക്ക് ഒരു പോലീസുകാരനും ഇവന്മാരുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. ആ ദേഷ്യത്തിന് കാലിൽ വെടിവെച്ചായിരിക്കും. എന്നാലും ഒരുത്തൻ തട്ടിപ്പോയി. ബാക്കി 6 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ലൊരു സംഭവമാണ് നടന്നിരിക്കുന്നത്. പക്ഷെ ഇതുകൊണ്ടൊന്നും ഇവന്മാരുടെ കവർച്ച അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. മേവത്തി ഗ്യാങ്ങിന്റെ ഈ മോഷണം അവസാനത്തേതാണെന്ന് നമ്മളോ ആരും തെറ്റിദ്ധരിക്കരുത്. കാരണം എല്ലാ വർഷവും അവന്മാർ പിടിക്കപ്പെടുന്നുണ്ട്, എല്ലാ വർഷവും അവന്മാർ മോഷണവും നടത്തുന്നുണ്ട്. ഇപ്പോൾ തന്നെ അവന്മാർ വേറെ എവിടെയെങ്കിലും മോഷണം പ്ലാൻ ചെയ്യുന്നുണ്ടാവും, അത് നടത്തുന്നുണ്ടാകാം. ഇവന്മാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ATMs എവിടെയൊക്കെ ഉള്ളതെന്നുള്ളത് ഗൂഗിൾ മാപ്പ് നോക്കി ലൊക്കേറ്റ് ചെയ്യും. എന്നിട്ട് അധികം ആൾത്തിരക്കില്ലാത്ത എന്നാൽ കാശുണ്ടാവാൻ സാധ്യതയുള്ള ATM അവർ നോട്ട് ചെയ്യും. എന്നിട്ട് അതിന്റെ മെഷീനും നോക്കി വെക്കും. ഇവന്മാർക്ക് കട്ട് ചെയ്ത് കാശും കൂടെ കൊണ്ടുപോകണ്ടേ, അങ്ങനെയുള്ള മെഷീനും നോക്കി വെക്കും. അതിനുശേഷം അവിടെ മോഷണം നടത്തും. അപ്പോൾ ഞാൻ ചിന്തിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ മേവത്തിലുള്ള പിള്ളേരെയൊക്കെ അമ്മമാർ എന്തായിരിക്കും പഠിപ്പിക്കുന്നത്? കൊച്ചിലെ തന്നെ വഞ്ചി കുത്തി തുറക്കാനും പൂട്ട് ഓപ്പൺ ചെയ്യാനും ഒക്കെ ആയിരിക്കും പഠിപ്പിക്കുന്നത്. എന്നിട്ട് പറയുമായിരിക്കും മാമനെ പോലെ ആവണ്ടേ വലുതായി വരുമ്പോൾ, അതിന് ഇപ്പോഴേ പഠിച്ചോ എന്നായിരിക്കും പറയുന്നത്. സ്കൂളിലൊന്നും പോകേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ കോടികൾ ഉണ്ടാക്കാം. റിസർവ് ബാങ്ക് അച്ചടിക്കുന്ന നോട്ടുകൾ ATMൽ നിന്ന് പൂത്തു പോകേണ്ട എന്ന് വിചാരിച്ച് ഇവർ ചെയ്യുന്ന സൽക്കർമ്മം പലരും തിരിച്ചറിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും മേവത്തി ഗ്യാങ് ഇപ്പോൾ വീണ്ടും നൊട്ടോറിയസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും അവർ മോഷണം നടത്തുന്നുണ്ട്. ചില സമയങ്ങളിൽ അവർ പിടിക്കപ്പെടുന്നുമുണ്ട്. പിടിക്കപ്പെടുമ്പോൾ മാത്രമാണ് കള്ളനാവുന്നത്. അല്ലാത്തപ്പോഴെല്ലാം അവൻ നന്മ നിറഞ്ഞ ഒരു മനുഷ്യനായിരിക്കും. ഇതുപോലൊരു മോഷണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടാവും. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് പനമ്പള്ളി നഗറിൽ സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തിയത്. അതിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ട ഭർത്താവായിരുന്ന കക്ഷി അവിടുന്ന് ബീഹാറിൽ നിന്ന് കാറോടിച്ച് വന്ന് ഇവിടെ മോഷണം നടത്തി തിരിച്ചു പോയപ്പോഴാണ് പിടിക്കപ്പെട്ടത്. കഷ്ടകാലം എന്നല്ല എന്ത് പറയാൻ, കേരള പോലീസിന് ഇക്കാര്യത്തിലൊക്കെ ഭയങ്കര ശുഷ്കാന്തിയാണ്. കള്ളന്മാരുടെ കഷ്ടകാലം തന്നെയാണ്, വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ഈ മോഷണത്തെ പറ്റിയും എന്റെ ഈ വീഡിയോ പറ്റിയും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ എന്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. താങ്ക് യു.